നമ്മുടെ സ്വന്തം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പായിരുന്നു ഇന്ന്. ഒരു 10-15 ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റി. ഒന്ന് യെല്ലോ, ഒന്ന് റെഡ് ഔട്ട്സൈഡ്, രണ്ടിൻ്റെയും ഇൻസൈഡ് വൈറ്റാണ്. ഇനി ഡാർക്ക് റെഡും പർപ്പിളും ഉണ്ട്. അത് ഇന്നത്തെ ഹാർവെസ്റ്റിൽ വന്നിട്ടില്ല. ഈ യെല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറയാതെ ഇരിക്കാൻ പറ്റില്ല. വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇതിലും കുറച്ച് വെജീസ് നമ്മുടെ സ്വന്തമാണ്. ഇതാണിന്ന് പറിച്ചെടുത്തത്, യെല്ലോയും റെഡും. ഈ കൂട്ടത്തിൽ തന്നെ ഇന്ന് കുറച്ച് മുരിങ്ങയ്ക്ക പറിച്ചു, കുറച്ച് പപ്പായ പറിച്ചു, കുറച്ച് ഒണിയൻ ഉണ്ടായിരുന്ന സബോള അത് പറിച്ചു, കുറച്ച് പച്ചപ്പയർ, കുറച്ച് വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക ഇത്യാദി സാധനങ്ങളൊക്കെ പറിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. നമ്മൾ പറിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് വളരെ നന്നായിട്ട്, വളരെ എളുപ്പത്തിൽ, വളരെ ആയാസരഹിതമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫലവർഗ്ഗമാണ്. വെള്ളം വളരെ കുറച്ച് മതി. ഒന്ന് എന്തെങ്കിലും ഒരു മരത്തിൽ കയറ്റി വിട്ടിട്ട് ഒന്ന് ചാഞ്ഞ് കിടക്കാനുള്ളൊരു സൗകര്യം. പുള്ളി ചാരികസര കിടക്കുന്ന പോലെ ചാഞ്ഞ് കിടന്നാൽ നമുക്ക് പെട്ടെന്ന് പുള്ളി ഫ്രൂട്ട്സ് തരും. പിന്നെ പുള്ളിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് കൗമാനൂറും ചിക്കൻ മാനൂറും, കോഴിക്കാഷ്ടവും നമ്മുടെ ചാണകവും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. അതുമാത്രം കൊടുത്താൽ മതി. വെള്ളമൊന്നും അത്രയ്ക്ക് വേണ്ട. 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം വെള്ളം നനച്ച് കഴിഞ്ഞാൽ മതി, ധാരാളം, മോർ ദാൻ ഇനഫ്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പുറത്തുണ്ട്, പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി വളരെ നന്നായിട്ട് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വളരുകയും ചെയ്തു. പക്ഷേ അതിൽ ഫ്രൂട്ട്സ് ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി 2 നേരം നനയ്ക്കും. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇത്രയും നന വേണ്ട, കൂടുതലായിട്ട് നനച്ച് കഴിഞ്ഞാലും ഈ ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ കുറവാണ്. അതേസമയം നമുക്ക് കോവലൊക്കെ ഉണ്ട്. കോവയ്ക്കൊക്കെ നമ്മൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും നനച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കോവയ്ക്ക കിട്ടും. അപ്പോൾ കോവലിൻ്റെ വേറൊരു വിശേഷമുണ്ട്, അത് ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം. ഒരു ബിസിനസ് ഡീല് നമ്മളൊരു പാർട്ടിയായിട്ട് ചെയ്തു. വീക്കിലി നമുക്കൊരു 40 കിലോ വരെ പുള്ളി നമ്മുടെ നിന്ന് കോവയ്ക്ക എടുക്കും. അത് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് പുള്ളിക്ക്. അതുപോലെ തന്നെ വാഴക്കുല പുള്ളി ഹോൾസെയിലായിട്ട് നമ്മുടെ നിന്ന് എടുക്കാൻ പ്ലാനായി, ഒരു കരാറായി. അപ്പോൾ എനിക്ക് 12,000-ലധികം വാഴയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോവയ്ക്ക എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു 10 കിലോ ഒക്കെ മാക്സിമം ഇപ്പോൾ കിട്ടും, മാക്സിമം കേട്ടോ. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ചെയ്തോ, എല്ലാ